ഫാമിങ്ങിലോട്ട് വരുമ്പോൾ റിസ്ക് ഫാക്ടർ വളരെ ഹൈ ആണ്. നമ്മൾ നോർമലി മറ്റെന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ അകത്ത് റിസ്ക് നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഒരു പോയിന്റിൽ എത്തിക്കാൻ പറ്റും. ആ റിസ്കിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ജീവനുള്ള സാധനത്തിന്റെ റിസ്ക് ഫാക്ടർ 50% മാറ്റാൻ പറ്റില്ല. ഇത് വേറെ പ്ലാനിങ് കൊണ്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാന്നല്ലാതെ. പക്ഷെ എന്നേരവും നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ നാളത്തേക്ക് ഇത് ജീവനോടെ ഉണ്ടാകുമോ, നാളത്തേക്ക് ഒരു അസുഖം വരുമോ, അതിനും ഗ്യാരണ്ടി. നമ്മൾ തമിഴ്നാട് പോയ ഒരു 10 പശുവിനെ വാങ്ങിയെന്ന് വെച്ചു, എങ്ങനെയും മൂന്ന് പശു 30% ഡാമേജ് ആയിരിക്കും. ബാക്കി 30% അണ്ടർ പെർഫോമൻസ് ആയിരിക്കും. നമ്മൾ 40% മാത്രമേ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് നമുക്ക് തരുന്നുള്ളൂ. വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ 10 വാങ്ങി 100% സക്സസ്ഫുള്ളിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ചെയ്താൽ അവിടെയാണ് ഈ ഫാമിംഗ് പൂട്ടി പോകുന്നത് അല്ലേ? ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ പശുക്കൾക്കൊന്നും മൂക്കയർ കാണില്ല. നിങ്ങൾ ഒരു പശുവിനും മൂക്കയറില്ല. ഒരു പശുവിന്റെയും കാല് കെട്ടിയിട്ടല്ല ആ മെഷീൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നാണ്. മേലോട്ട് നോക്കിയ ഭയങ്കര മോശം അവസ്ഥയാണ്. ഒന്നൊരു 1000 ആക്കി തരുമോ? ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന യൂത്തിനോട് ജിജേഷ് ചേട്ടന് പറയാനെല്ലാം കൂടെ കേട്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. റിസോഴ്സ് യൂട്ടിലൈസ്. നിങ്ങളടക്കം ഒരു റിസോഴ്സാണ്. നിങ്ങളുടെ സമയം ഒരു റിസോഴ്സാണ്. നിങ്ങൾക്ക് സറൗണ്ടിങ്ങിലുള്ള എല്ലാം നിങ്ങളുടെ റിസോഴ്സാണ്. അത് കാണാൻ നമുക്ക് പറ്റണം. നമ്മളുടെ റിസോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. ഈ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇരുന്ന് പ്ലാൻ ചെയ്ത് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ. ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവര് പൊതുവേ പറയല്ലേ 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോമ്പറ്റീറ്റർ ആരാണ്, രണ്ടാമത് പറയും നമ്മളുടെ കസ്റ്റമർ ആരാണ്. ഇതിനുപരി നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നതാണ് നമ്മളുടെ തോട്ട്. ഞാൻ നല്ല ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരുത്തനാണെങ്കിൽ എൻ്റെ ഐഡിയ തേച്ച് ഹോട്ടൽ ബിസിനസ്. റിയാലിറ്റി അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവന് മാത്രമാണ് ബിസിനസ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ 2ാം സ്റ്റേജ് നമുക്ക് എന്താ ഉള്ളത് നോക്കാം. നമുക്ക് ലാൻഡ് ഉണ്ടോ, നമുക്ക് എത്ര ഫിനാൻഷ്യൽ അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക മറ്റുള്ളവർക്ക് വേണ്ടി. ഇതാണ് നമ്മളുടെ ദൂരം യാത്രയാണ്, ഇവിടുന്ന് അവിടത്തേക്കുള്ള ജേർണി. ആ ജേർണിയാണ് ബിസിനസ് ഡെവലപ്മെന്റ്. ഏതായാലും ജിജേഷേട്ടനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഇതിന്റെ അടുത്ത സ്റ്റേജ് ആകുന്ന സമയത്തേക്ക് വീണ്ടും വരും. അപ്പോഴേക്ക് ഇത് വലിയ ടൂറിസം മേഖലയായി മാറട്ടെ. അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളില്ലവർക്ക് ഇതിലേക്ക് വരാൻ പറ്റട്ടെ. നിങ്ങളെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമില്ലവർ വലിയ ബുദ്ധിമുട്ടിക്കാതെ വിളിച്ചൊക്കെ ചോദിക്കുക. നിങ്ങൾ ഈ ഭാഗമൊക്കെ വരിക. ഇതിനപ്പുറം ശരിക്കും വെള്ളച്ചാട്ടമുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.